പയ്യെ ഡോറ് തുറന്നിട്ട് വാലെ പിടിച്ച് ഒറ്റ വലിയ കളിച്ചില്ല. വ്യത്യസ്തമായ വിനോദങ്ങളുള്ള കൂട്ടുകാരനും കുടുംബവും നടത്തിയ മറ്റൊരു യാത്ര കൂടി ലോങ് ലീഡ് സഫാരി പാർക്കിലേക്ക്. ആയിരത്തി 400 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു കാട്ടിനുള്ളിലേക്കാണ് ഇന്നത്തെ ടൈനി ട്രഷേഴ്സ് യാത്ര പോകുന്നത്. ലോങ് ലീഡ് സഫാരി ആൻഡ് അഡ്വഞ്ചർ പാർക്ക്, വാമിൻസ്റ്റർ. കൂടെ ജോലി ചെയ്യുന്ന ക്ലോഡിയാന പറഞ്ഞാണ് ലോങ് ലീഡ് സഫാരി പാർക്കിനെ പറ്റി ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ഒരാഴ്ചത്തെ ആനുവൽ ലീവ് കഴിഞ്ഞു വന്ന ക്ലോഡിയാന അവധി എങ്ങനെ ചെലവഴിച്ചു എന്നതിനെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞു തരികയായിരുന്നു. സംസാരത്തിനിടയിൽ മൊബൈലിൽ അവൾ പകർത്തിയ ലോങ് ലീഡിലെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കണ്ട് അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു, ഇനി എന്തെങ്കിലും ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലോങ് ലീഡിലേക്ക് തന്നെ പോകണമെന്ന്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ചൊവ്വാഴ്ച ദിവസം എനിക്കും കൂട്ടുകാരൻ നീതിനും അവധി കിട്ടി. ആ ദിവസം തന്നെ സകുടുംബം ഞങ്ങൾ ലോങ് ലീഡിലേക്ക് പുറപ്പെട്ടു. ഇവിടുത്തെ കൗണ്ടറുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കാമെങ്കിലും ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാവും ബുദ്ധി. അല്ലെങ്കിൽ ഈ യാത്രയൊക്കെ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഒരു പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശയോടെ മടങ്ങേണ്ടി വരും. അപ്പോൾ ടിക്കറ്റ് കൺഫേം ചെയ്ത് ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും ടൈനി ട്രഷേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോങ് ലീഡിൻ്റെ വലിയ കവാടം കടന്നുള്ളിലേക്ക് പോകുമ്പോൾ ഹാരി പോട്ടർ കഥകളിൽ മാത്രം കണ്ട് പരിചയിച്ച ഒരു മായിക ലോകത്തേക്ക് പ്രവേശിക്കുന്ന അതേ അനുഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അല്പം കൂടെ മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ അങ്ങ് താഴെ ലോങ് ലീഡ് ഹൗസ് കണ്ടു തുടങ്ങും. ഈ വലിയ കൊട്ടാരത്തിൻ്റെ സംരക്ഷണ ചുമതലകൾക്കുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് 1966 ലോങ് ലീഡ് സഫാരി പാർക്ക് ഓപ്പൺ ആവുന്നത്. തൈൻ എന്ന പേരുള്ള കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ കൊട്ടാരവും പരിസര പ്രദേശങ്ങളും. തൈൻ കുടുംബത്തിൻ്റെ വിശേഷങ്ങളും ലോങ് ലീഡ് ഹൗസിലെ കാഴ്ചകളും അടുത്ത എപ്പിസോഡിൽ വ്യക്തമായിട്ട് കാണിക്കാമെന്നാണ് കരുതുന്നത്. ഇന്ന് നമ്മുടെ യാത്ര സഫാരി പാർക്കിനുള്ളിലേക്ക് മാത്രമാണ്. വളഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന വഴികളിറങ്ങി നമ്മൾ ആദ്യം ഈ കൊട്ടാരത്തോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയിൽ എത്തിപ്പെടുന്നു. ഇവിടെ നിന്ന് ഇടതുവശത്തേക്ക് സഞ്ചരിച്ചാൽ സഫാരി പാർക്കിനുള്ളിലേക്ക് പോകാം. സാലിസ്ബറിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഒന്ന് നടുവൊക്കെ നിവർത്തി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് യാത്ര തുടരാമെന്ന് കരുതി ഞങ്ങൾ ഈ പാർക്കിംഗ് ഏരിയയിൽ ഇറങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് നിതിനാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ചില സുഹൃത്തുക്കളില്ലേ, നമ്മൾ വീടിൻ്റെ ഗേറ്റ് കിടക്കോളം പിന്നിലെ വാതിലടയ്ക്കാതെ കാത്തു നിൽക്കുന്ന ചിലർ. അങ്ങനെ ഒരു കുടുംബമാണ് നിതിൻ്റെ രമ്യ ഞങ്ങൾക്ക്. പിന്നെ ഈ യാത്രയിൽ നിതിൻ്റെ രമ്യയുടെ ആദ്യത്തെ കൺമണി അമ്മൂട്ടനെ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. പലപ്പോഴും ഗൈഡായിട്ട് പ്രവർത്തിച്ചത് അദ്ദേഹമായിരുന്നു. മൃഗങ്ങളുടെയൊക്കെ പേരറിയാത്തപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യാത്ര സൗജന്യമായതുകൊണ്ട് തന്നെ അങ്ങേര് ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. മുതിർന്ന ഒരാൾക്ക് 34.95 പൗണ്ട് ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നുണ്ട്. ആ തുക ഒരല്പം കൂടുതലാണെന്ന് തോന്നലുണ്ടായെങ്കിലും അകത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം മാറി. ഏത് നിമിഷവും കണ്ടുമുട്ടാൻ സാധ്യതയുള്ളൊരു വന്യമൃഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇടം വലം തലതിരിച്ച് ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആദ്യം കണ്ടുമുട്ടിയത് ദൈങ്ങേരെയാണ്. ഒരു സിംഹത്തെപ്പോലും തൊഴിച്ചു കൊല്ലാൻ ശക്തിയുള്ള കാലുകളുമായി ഞങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിന്ന് ആ പക്ഷി ലോകത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒട്ടകപ്പക്ഷികളുടെ കണ്ണുകൾക്ക് അവറ്റകളുടെ തലച്ചോറിനേക്കാളും വലിപ്പമുണ്ട് എന്ന ഫാക്റ്റ് നിങ്ങൾക്കറിയാമോ? നീളമുള്ള കഴുത്തുകളുമായി മറ്റൊരു ചങ്ങാതി ഒട്ടകപ്പക്ഷിയുടെ കൂടിനടുത്ത് തന്നെയുണ്ട്, ജിറാഫുകൾ. ഇത് കണ്ടോ മാന ഇത്രയുണ്ട്. അടുത്തതായി ഞങ്ങൾ വാനരപ്പടയുടെ കൂടാരത്തിനുള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. ഇവിടെ വെച്ച് ഞങ്ങളുടെ കാറിന് ഒരു അവയവം നഷ്ടമായി.
ഓ ശരിക്കും അതിന് ഇങ്ങോട്ട് താങ്ക് യു. ശരിക്കും അത് തിരിച്ചിങ്ങോട്ട് വരാതിരിക്കായിരിക്കും. അവൻ അനങ്ങണില്ല. നീതിനെ ഒന്ന് ചവിട്ടിക്കടോ അപ്പുറത്തോട്ട് പോയിക്കേ. വണ്ടി ഇരിക്കണ ഇത് തന്നെ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. അനുമതിയില്ലാതെ അവരുടെ നാട്ടിലേക്ക് കടന്നു കയറിയതുകൊണ്ടാവും അവരും അനുമതിയൊന്നും ചോദിക്കാതെ ഞങ്ങളുടെ കാറിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. പറ്റുന്ന സ്ഥലത്തു നിന്നും പറിച്ചെടുക്കാവുന്ന സാധനങ്ങളൊക്കെ പറിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും മനസ്സിലായില്ല ഇവൻ ആ മുകളിൽ എന്താണ് ഇത്ര കാര്യം. എൻ്റെ ഭാര്യ കൊച്ച് ഉത്തരമില്ലാത്ത പലതും ചോദിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ വണ്ടിയിൽ കുറെ ഈ സാധനം എന്തോ പറിച്ചെടുക്കണം. അവസാനം കാറിന് മുകളിലുണ്ടായിരുന്ന ആന്റിനാണ് അവൻ പറിച്ചെടുത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ടയർ ഊരിക്കൊണ്ട് പോകാഞ്ഞത് തന്നെ വലിയ കാര്യമെന്ന് കരുതി ഞങ്ങൾ അവന്മാരുടെ കൂടാരത്തിൽ നിന്ന് വെളിയിലിറങ്ങി. ഇതാ ലോകത്തോട് മൊത്തം വിരക്തിയുമായി മറ്റൊരു കൂട്ടർ. മരുഭൂമിയിലെ കപ്പലുകൾ ഈ പുൽമേട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്ത ജംഗ്ഷനിൽ വെച്ച് എ മാൻ ഞങ്ങളെ തടഞ്ഞു. ഒരു സെക്കൻഡ് വെയിറ്റ്. ഇവരെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പഞ്ചാബി ഹൗസിലെ രമണനെ ഓർമ്മ വന്നു. ഞാൻ സാധാരണ ചോറാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു നിൽക്കുന്ന ആ മുഖം ഓർക്കുന്നില്ലേ? അത് ഇതുപോലെയല്ലേ? അടുത്തിടെ മാത്രം റിലീസായൊരു ചിത്രം ഈ പുൽമേടുകളിലൂടെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഒരു സുന്ദര കുട്ടനോ കുട്ടിയോ അറിയില്ല. ഞങ്ങളുടെ ഗൈഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരവും ഞങ്ങൾക്ക് കിട്ടും. കാണ്ടാമൃഗങ്ങൾ ഒളികണ്ണിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. കാണ്ടാമൃഗങ്ങളുടെ രോമങ്ങളാണ് അവറ്റകളുടെ കൊമ്പുകളായി രൂപാന്തരം പ്രാപിക്കുന്നതെന്ന് എനിക്ക് ഈ അടുത്തിടെ മാത്രം കിട്ടിയ അറിവാണ്. വളരെ പ്രത്യേകതകളുള്ള ഏഷ്യൻ വംശജയായ ഒരാനയും ഇവിടുത്തെ കൂട്ടിലുണ്ട്. ആൻ എന്നാണ് അതിൻ്റെ പേര്. 2011 ആൻ ഇവിടേക്ക് വരുന്നത്. ലണ്ടനിൽ സർക്കസിന് വേണ്ടി പെർഫോം ചെയ്ത ഏറ്റവും അവസാനത്തെ ആന എന്ന ഖ്യാതി ആനുണ്ട്. ഒരിക്കൽ സർക്കസിലെ മേൽനോട്ടക്കാരിലൊരുവൻ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അതേ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഫലമായി ബോബി റോബർട്ട്സ് എന്ന സർക്കസ് കമ്പനിക്ക് എന്നേക്കുമായി തിരശ്ശീല വീണു. തുടർന്ന് ലോങ് ലീഡ് സഫാരി പാർക്ക് ആൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. ഇതാ മറ്റു ചില. അമ്മൂട്ട എന്നോട് എൻ്റെ പേര് ഒരിടയ്ക്ക് കാട് വിട്ട് പുറത്തിറങ്ങുന്ന കാട്ടുപന്നികൾ ഞങ്ങളുടെ നാരങ്ങാനത്ത് വലിയ വാർത്തയായിരുന്നു. കൃഷി നശിപ്പിക്കുകയും ആളുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്ത അവറ്റകൾ ഒരു ദിവസം രാത്രി വണ്ടി ഓടിച്ചു വരുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് വിട്ടു. അന്നാണ് ഒരു വന്യമൃഗത്തെ അത്ര അടുത്ത് യാതൊരു തടസ്സവുമില്ലാതെ ഞാൻ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ഇപ്പോഴിതാ എൻ്റെ തൊട്ട് മുന്നിലൂടെ ഒരു കടുവ. പൂച്ചകളുടെ വലിയേട്ടൻ. എന്തൊരു ഗാംഭീര്യമാണ് അതിന്. വെൽവെറ്റ് വിരിച്ച മാതിരിയുള്ള അതിൻ്റെ തൊകിലിന് തന്നെ എത്ര ഭംഗി. ഒരു കാലത്ത് എത്രയോ മനുഷ്യരെ കൊന്നൊടുക്കിയ കഥകളിലെ നരഭോജിയായിരുന്നു ഇവൻ. എത്ര രാജാക്കന്മാർ ഇവൻ്റെ തൊഴിലിനു വേണ്ടി ഇവനെ വേട്ടയാടി.
ഇനി സംഗീതം പഠിക്കാൻ വേണ്ടിയല്ലാതെ ഒരു സിംഹത്തിൻ്റെ മടയിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. കൃത്യമായ റിമോട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഇതിൻ്റെ വാതിലുകൾ തുറക്കുന്നത്. ചിലപ്പോഴൊക്കെ ഈ വാതിലിന് മുമ്പിൽ അല്പസമയം കാത്തു നിൽക്കേണ്ടി വരും. ഒരു മൃഗവും അടുത്തെങ്ങും ഇല്ലെന്ന് ഉറപ്പാക്കി വേണം ഈ വാതിലുകൾ തുറക്കാൻ. അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റു മൃഗങ്ങളുടെ കൂട്ടിലേക്കോ ജനവാസ പ്രദേശങ്ങളിലേക്കോ ഈ സിംഹങ്ങൾ ഇറങ്ങിപ്പോയെന്ന് വരാം. ആയിരത്തി 1966 ഈ പാർക്ക് തുറക്കുമ്പോൾ ആഫ്രിക്കയ്ക്ക് വെളിയിലുള്ള ആദ്യത്തെ സഫാരി പാർക്കായിരുന്നു ഇത്. അന്ന് 50 സിംഹങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. വളരെ റൊമാൻറ്റിക്കായി തൻ്റെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്ന ഈ രാജാവിനെ പെണ്ണുങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇതിനിടയ്ക്ക് കൂട്ടത്തിലൊരു പെൺസിംഹത്തെ പ്രത്യേകം മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നുകിൽ അത് ഗർഭിണിയായിരിക്കണം, അല്ലെങ്കിൽ അത് അല്പം ഇടഞ്ഞു നിൽക്കുകയാണ്. ടിക്കറ്റ് എടുക്കാതെ വണ്ടിയിൽ കയറിയ ഞങ്ങളുടെ ഗൈഡുമായിട്ട് എനിക്ക് തർക്കിക്കേണ്ടി വന്നു. ഇനി ചീറ്റകളുടെ രാജ്യത്തേക്ക്. അവിടുത്തെ കാഴ്ചകളും ലോങ്ലിറ്റ് ഹൗസിലെ മറ്റ് അന്തേവാസികളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും വരുന്ന എപ്പിസോഡുകളിൽ വീണ്ടും തുടരും. ടൈനി ട്രഷേഴ്സിൻ്റെ മറ്റൊരു പതിപ്പൂടി അവസാനിക്കുകയാണ്. കണ്ടിരുന്നതിന് സ്നേഹം. താങ്ക്സ് എ ലോട്ട്.